ഭയങ്കര രസമാട്ടോ. അതിൻ്റെ ലെൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടിൽ ഓഫ് കോഴ്സ് വ്യത്യാസം വരും. ഒരു 30,000 രൂപ താഴെയിൽ ഒരു നല്ല ക്യാമറ എടുക്കാൻ നോക്കുന്നവർക്ക് ഒരു നല്ല DSLR ഓപ്ഷനാണ് കാനോണിൻ്റെ ഈ 800D. ഞാൻ എപ്പോഴും ഒരു മിറർലെസ് ക്യാമറ മേടിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു DSLR ക്യാമറ മേടിക്കാനായിട്ട് ഞാൻ യാതൊരു വിധത്തിലും സജസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഒരു മിറർലെസ് ക്യാമറ മേടിക്കാനായിട്ട് എന്ത് കാണിച്ചാലും 50,000 60,000 മുകളിൽ വില വരും. മാത്രമല്ല അതിന് ലെൻസുകളാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. 10-20,000 രൂപയൊക്കെ ആകും അതിൻ്റെ ഒരു നല്ല ലെൻസുകളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോഗ്രാഫി തുടങ്ങാൻ പറ്റിയവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കാനോണിൻ്റെ ഈ 800D. കാനോണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 800D ഉണ്ട്, 700D ഉണ്ട്, 200D ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ മോഡലുകളുണ്ടെങ്കിലും അതിനകത്ത് ഒരു നല്ല ഒരു ക്യാമറ തന്നെയാണ് ഈ 800D എന്ന് പറയുന്നത്. ഞാൻ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തത് കാനോണിൻ്റെ 700Dയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 200D മേടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാനോണിൻ്റെ R6 Mark IIലേക്ക് എത്തിയത്. ഞാനിപ്പം ഈ വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും കാനോണിൻ്റെ ഈ R6 Mark IIലാണ്. അപ്പം ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 24 മെഗാ പിക്സലിൻ്റെ സെൻസർ തന്നെയാണ്. 24 മെഗാ പിക്സലിൻ്റെ ഒരു ക്രോപ്പ് സെൻസറാണ് ഈ ക്യാമറയുടെ അകത്ത് ഉള്ളത്. DSLR ക്യാമറയുടെ ഷട്ടറുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. ഭയങ്കര രസമാട്ടോ. അതിൻ്റെ ലെൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടിൽ ഓഫ് കോഴ്സ് വ്യത്യാസം വരും. ബാക്കി 700Dയും 200D ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഓട്ടോ ഫോക്കസ് പോയിന്റുകൾ ഇതിനകത്ത് ഒത്തിരി കൂടുതലുണ്ട്. അതായത് 45 AF പോയിന്റുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും. DSLR ക്യാമറകളുടെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ് അതിനകത്ത് നല്ല ഓട്ടോ ഫോക്കസ് ഇല്ല എന്നുള്ളത്. കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞത്തേനുമാണ് നല്ല ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ വന്നത്. ഈ ക്യാമറ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഫോട്ടോയ്ക്കാണ്. കാരണം വീഡിയോയിലേക്ക് വരുമ്പോഴത്തേന് ഇമേജ് സ്റ്റെബിലൈസേഷൻ പിന്നെ അങ്ങനെ കുറേയധികം ഫീച്ചറുകളൊക്കെ വേണ്ടി. പക്ഷേ ഇതുകൊണ്ട് വീഡിയോ പറ്റത്തില്ലെന്നല്ല, പക്ഷേ ഞാൻ ഫോട്ടോയ്ക്കാണ് ഈ ക്യാമറ കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ 100 മുതൽ 25,600 വരെ ഇതിൻ്റെ ISO നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് നോയ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് DSLR ക്യാമറകൾക്ക് എല്ലാം ഉള്ളൊരു പ്രശ്നമാണ് നോയ്സ്. പുതിയ മിറർലെസ് ക്യാമറകൾ വരുമ്പോഴത്തേനും അത്ര നോയ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിനകത്ത് വൈഫൈ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫയലുകൾ ഈസി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാനോണിൻ്റെ ക്യാമറ ആപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ലൈവ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ക്യാമറ മേടിക്കുമ്പോഴത്തേന് ഞാൻ ഏറ്റവും നോക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലിപ്പ് സ്ക്രീനാണ്. ഈ ഫ്ലിപ്പ് സ്ക്രീൻ ഭയങ്കര ഉപകാരമുള്ളൊരു സാധനം. കാരണം നമുക്ക് വ്ളോഗൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ച് പിടിച്ച് ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് ലോ ആംഗിൾ ഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ താത്തി പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ കുറേയധികം ഉപകാരമുള്ളൊരു സാധനമാണ് ഈ ടിൽറ്റ് ആൻഡ് ടച്ച് ഡിസ്പ്ലേ. ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫോക്കസും കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ കൺട്രോൾ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ വീഡിയോ സ്പെക്കിലേക്ക് വരുമ്പോഴത്തേനും 4K ഇല്ലാത്തത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിലും ഫുൾ HDയിലാണ് നമുക്ക് 60 FPS ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോമോ അടിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. വളരെ നല്ലതാണ്. ഇല്ലെങ്കിലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിനെന്തായാലും 4K ഇല്ല, പക്ഷേ 1080pയിൽ നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സംഭവം അടിപൊളിയാണ്. ഫോട്ടോയോ വീഡിയോ എടുത്ത് കൊടുക്കുമ്പോഴത്തേനും ഞാൻ ആദ്യം നോക്കുന്നൊരു കാര്യമാണ് കെൽവിൻ. ഈ ക്യാമറയിൽ നമുക്ക് കെൽവിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വൈറ്റ് ബാലൻസിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേനും റഫായിട്ടുള്ള കുറച്ച് വൈറ്റ് ബാലൻസ്, ഡേ ലൈറ്റ്, ഷെയ്ഡ്, ക്ലൗഡി എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമുള്ള കേസല്ല. ഞാൻ മാക്സിമം ഡേ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഇതിലിട്ടിട്ട് കെൽവിൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഫോട്ടോസ് എടുക്കാറുള്ളത്. 30,000 രൂപയിൽ ഈ ഒരു ക്യാമറ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അടിപൊളി ഡീല് തന്നെയാണ്. കാരണം 30,000 രൂപയിൽ താഴെ നമുക്ക് ഇത്രയേ കിട്ടാനായിട്ടും ഉള്ളൂ. ഇതിലും നല്ല സാധനങ്ങൾ ആ റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. കാരണം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ചീപ്പായിട്ടുള്ളൊരു സംഭവമല്ല. നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നല്ല സ്കില്ലുള്ള ആളായിരിക്കണം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് കാശ് മുടക്കേണ്ടി വരും. അപ്പോൾ നല്ല എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണലായിട്ട് ഒരു 6-7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈ ക്യാമറ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി കിറ്റ് ലെൻസ് ആണെങ്കിൽ പോലും അടിപൊളി ഫോട്ടോസ് എടുത്ത് നമുക്ക് തരും. പക്ഷേ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പാടുള്ള കേസാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ ക്യാമറ അത്യാവശ്യം വിലയുള്ളൊരു ക്യാമറയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അയാൾക്ക് അയാളുടെ സ്കില്ല് പുറത്തേക്ക് എടുക്കാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടും. അപ്പോൾ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ കറൻ്റ്ലി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി, നമുക്ക് ബാക്കി കോൺടാക്ട് ചെയ്യാം.